കുന്നംകുളത്തെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഒരു അധ്യായം കൂടി അടഞ്ഞു. കുന്നംകുളം മുൻ MLA ബാബു എം പാലിശ്ശേരിയുടെ വിടവാങ്ങൽ കച്ചവട നഗരിയുടെ രാഷ്ട്രീയ താളുകളിൽ നികത്താനാവാത്ത നഷ്ടമാണ്. ഒരു കാലത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു ബാബു എം പാലിശ്ശേരി. തലയെടുപ്പോടെ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവ്. എന്നാൽ ആകസ്മികമായി എത്തിയ ആരോഗ്യ പ്രശ്നങ്ങൾ ബാബു എം പാലിശ്ശേരിയെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് അകറ്റിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ആദർശങ്ങളും നെഞ്ചേറ്റിയാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറായ കൊടുമുണ്ട പുല്ലാന രാമൻ നായരുടെയും കൊരട്ടിക്കര മുള്ളത്ത് അമ്മിണിയമ്മയുടെയും മൂത്ത മകനായാണ് ബാബു എം പാലിശ്ശേരിയുടെ ജനനം. അക്കിക്കാവ് TMVHS സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് പട്ടാമ്പി സംസ്കൃത കോളേജിൽ തുടർ പഠനം. 1980 DYFIയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയത്. കൊരട്ടിക്കരയിൽ DYFI പ്രഥമ യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. 1986 മുതൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി. 84 CPM അംഗമായ അദ്ദേഹം DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊതുരംഗത്ത് നിറഞ്ഞുനിന്ന വ്യക്തിത്വമായി മാറി. യുവജന പോരാട്ടങ്ങളിലും ബാബു എം പാലിശ്ശേരി ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും 2006 21,785 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ ബീൽറാം ആയിരുന്നു അന്ന് പ്രധാന എതിരാളി. 2011 വീണ്ടും ബാബു എം പാലിശ്ശേരി നിയമസഭാംഗമായി തന്നെ തുടർന്നു. CMPയിലെ CP ജോണിനെ തോൽപ്പിച്ചായിരുന്നു നിയമസഭാ സീറ്റ് നിലനിർത്തിയത്. കുന്നംകുളം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വേരൂന്നിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ബാബു എം പാലിശ്ശേരിയുടെ നേതൃത്വ മികവിൽ കോൺഗ്രസിന്റെ പല തട്ടകങ്ങളിലും CPMന് വേരുറപ്പിക്കാൻ സാധിച്ചു. മികച്ച പ്രാസംഗികൻ എന്ന നിലയിലും യുവജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ബാബു എം പാലിശ്ശേരിക്ക് അധിക സമയം വേണ്ടിവന്നില്ല. പതിഞ്ഞ സ്വരത്തിൽ കത്തിക്കയറുന്ന പ്രസംഗം യുവജനങ്ങളെ ആവേശം കൊള്ളിപ്പിച്ചു. അതുകൊണ്ടുതന്നെ തൃശൂർ ജില്ലയിൽ പാർട്ടിയുടെ കരുത്തുറ്റ മുഖമായി അദ്ദേഹം മാറി. സമരസംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം മുട്ടുമടക്കാതെ നട്ടെല്ല് വളയ്ക്കാതെ പോരാടി. മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞ പ്രക്ഷോഭം ഉൾപ്പെടെ DYFIയുടെയും CPIMന്റെയും ഒട്ടേറെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിനും ഇരയായിട്ടുണ്ട്. എന്നിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജീവവായുവായി കണ്ട് ജനസമ്മതനായി തന്നെ അദ്ദേഹം തന്റെ പ്രവർത്തന മേഖലയിൽ നിലകൊണ്ടു. പാർട്ടി ആശയങ്ങളോടുള്ള അച്ചടക്കവും ചിട്ടയും പ്രവർത്തനങ്ങളിലെ വിനയവുമാണ് അദ്ദേഹത്തെ സഹപ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വേറിട്ട മനുഷ്യനാക്കിയത്. നിയമസഭയിൽ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിലും വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവായിരുന്നു ബാബു എം പാലിശ്ശേരി. അതിന് തെളിവാണ് 10 വർഷം നീണ്ട MLA പദവിയിൽ അദ്ദേഹം കുന്നംകുളത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ. എല്ലാ കാലത്തും ദേവസ്വം ഉദ്യോഗസ്ഥ നിയമനങ്ങൾ വിവാദമാകാറുണ്ട്. പല താല്പര്യങ്ങളും അതിൽ കടന്നു കൂടാറുള്ളത് കൊണ്ടാണ് അത് വിവാദമാകാറുള്ളത്. ജാതീയത ഇല്ലാതായി എന്ന് പ്രസംഗിക്കാമെങ്കിലും പലപ്പോഴും അതും ഇക്കാര്യങ്ങളിൽ കടന്നു വരാറുണ്ട്. ഇപ്പോഴും പ്രമുഖ ക്ഷേത്രങ്ങളിലെ സവർണ മേധാവിത്വം ജാതീയത നിലനിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഒരു വാദ്യ കലാകാരനെ അദ്ദേഹം ഹരിജനായിപ്പോയി എന്നതുകൊണ്ട് മാത്രം, പട്ടികജാതിയിൽപ്പെട്ട ആളായിപ്പോയി എന്നതുകൊണ്ട് മാത്രം രാവിലെ കൊട്ടിയിട്ട് പിന്നെ ഉച്ചശേഷം കൊട്ടാൻ വരണ്ട എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. കൃഷ്ണാട്ടം കളിയിൽ നിന്നും ഇത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ വേണ്ടി നമുക്കിപ്പോഴും കഴിയുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ്. സംവരണം നമ്മൾ വലിയ വായിലൊക്കെ പ്രസംഗിക്കും പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ജാതിബോധം ഉയർന്നു വരും. ഈ ബില്ലും അത് കണ്ടതാണ്. ഇവിടെ നാണുവേട്ടൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഉത്തരേന്ത്യയിൽ ഉള്ള ഒരു സാമൂഹ്യ ബോധം അതിനേക്കാൾ വളരെ ഉയർന്ന ഒരു സാമൂഹ്യ ബോധമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം കോൺഗ്രസ്സുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഉത്തരേന്ത്യയിലെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വേവലാതിപ്പെടേണ്ട, നിങ്ങൾ കുറെ കൂടി ഉയർന്ന സാമൂഹ്യ ബോധമുള്ളവരാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സാമൂഹ്യ ബോധമുള്ളവരാണ് ഇവിടെയുള്ള ആളുകളെങ്കിൽ ഈ തരത്തിൽ ഒരു ബില്ലുണ്ടാക്കുമോ? ബില്ലിനകത്ത് ഓർഡിനൻസിൽ പറയുന്നത് എന്താണ്? ബില്ലിനകത്ത് ഓർഡിനൻസിൽ പറയുന്നത് 5 പേരുള്ള റിക്രൂട്ടിംഗ് ബോർഡ്. അതിൽ ഒരാൾ വനിതയാവണം, ഒരാൾ പട്ടികജാതിയോ പട്ടികവർഗമോ ആവണം, 3 പേര് ജനറൽ കാറ്റഗറിയിൽ വരണം. എങ്ങനെയാണ് ബോർഡ് ഉണ്ടാക്കിയത്? പട്ടികജാതിയിൽപ്പെട്ട ഒരു വനിതയെ നിയമിച്ചു. അപ്പോൾ വനിതയും പട്ടികജാതിയും ഒന്നിൽ കഴിഞ്ഞു.
ബാക്കി 4 പേരെ ജനറൽ കാറ്റഗറി വെച്ചു. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തോട് എന്തെങ്കിലും ഒരു താല്പര്യം ഈ ബില്ല് ഉണ്ടാക്കിയവർക്കോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കോ ബഹുമാനപ്പെട്ട മന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നവർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പുറപ്പെടുക സർ. അവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനം എന്തിനാണ് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സർ? എന്ത് സാമൂഹ്യ ബോധമാണ് മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെയുള്ള ആളുകൾക്കുള്ളത് സർ? എന്നിട്ട് സബ്ജക്ട് കമ്മിറ്റിയിൽ അതിനെ സംബന്ധിച്ച് വലിയ എതിർപ്പ് വന്നപ്പോൾ എന്താ ചെയ്തത്? പറ്റിയ തെറ്റ് തിരുത്തലല്ല, എന്നാൽ ഒരാളെ ഒഴിവാക്കി പകരം ഒരു പട്ടികജാതി ആളെ എടുക്കാം എന്നല്ല തീരുമാനിക്കപ്പെടുന്നത്. പകരം ഒരു നമ്പർ കൂട്ടുകയാണ്. അപ്പോൾ ഉണ്ടായിരുന്ന ജനറൽ കാറ്റഗറിയുള്ള ആളുകളെ ഒഴിവാക്കുകയല്ല, പകരം ഒരു നമ്പർ കൂട്ടി 5 എന്നത് 6 ആക്കി മാറ്റുകയാണ് ചെയ്തത് സർ. സർ, ഇത് ഇവിടെ ഉള്ള ഈ കാര്യത്തിലുള്ള ആളുകളുടെ മനോഭാവം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് സർ. കുന്നംകുളത്തുകാരുടെ സ്വപ്ന പദ്ധതിയായ മിനി സിവിൽ സ്റ്റേഷൻ, കായിക കുതിപ്പിനായി ഇൻഡോർ സ്റ്റേഡിയം, കുന്നംകുളം ആശുപത്രിയെ താലൂക്ക് ആശുപത്രി പദവിയിലേക്ക് ഉയർത്തി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിന് തുടക്കം, കോൾപ്പാട് കൃഷിക്ക് പിന്തുണ, അങ്ങനെ നിരവധി വികസനങ്ങൾ ബാബു എം പാലിശ്ശേരി MLA ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാതിലുകൾ തുറന്നു. ഇപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഞാൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം, ഞാനിത് ആദ്യം പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു വിനയ ഇത് വെറുതെ പറയുകയാണ്, പറച്ചില്ലാണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. കുന്നംകുളത്ത് തന്നെ ഒരു മിനി ഇൻഡോർ സ്റ്റേഡിയം പോലെ ജവഹർ സ്ക്വയർ മാറ്റാൻ പോകുന്നു. ഇത് രണ്ടും കുന്നംകുളത്തിന് മുഖച്ഛായ മാറ്റും. കുന്നംകുളം ടൗണിലാണ് വലിയൊരു ഹാള് ആ സ്കൂളിൽ ഇപ്പോൾ പണിതിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ ഇനി ധാരാളമുണ്ട്. കുന്നംകുളത്ത് താലൂക്ക് വേണം. ആ താലൂക്ക് ഏറ്റവും കേരളത്തിൽ ഫസ്റ്റ് താലൂക്കായിട്ട് തരേണ്ടത് കുന്നംകുളമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്കാണ് തലപ്പള്ളി താലൂക്ക്. അതിനെ ഒഴിവാക്കിയിട്ടാണ് ചെറിയ താലൂക്കിനെ പോലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം അത് രാഷ്ട്രീയമാണ്. അത് ആദ്യം ഉണ്ടാക്കിയ ലിസ്റ്റിൽ പോലും കുന്നംകുളമുണ്ടായിരുന്നു. പിന്നീട് ചില അഴിമതി ആക്ഷേപങ്ങളൊക്കെ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് പറഞ്ഞു കേൾക്കുന്നു പിന്നീട് ഉണ്ടായി. പക്ഷേ അത് നടപ്പിലാകും. എത്ര കാലം മറച്ചു വെച്ചാലും തരേണ്ടതൊക്കെ തരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുന്നംകുളം താലൂക്കാവണം. കുന്നംകുളത്തെ റോഡുകൾ ഒരു ബൈപ്പാസ് റോഡ് വേണം. ബൈപ്പാസ് റോഡിന് വേണ്ടി ഗവൺമെൻറ് പൈസ അനുവദിച്ചു. ആ അനുവദിച്ച പണം ലാപ്സായിപ്പോയി. കാരണം മുനിസിപ്പാലിറ്റി അതിൻ്റെ ഒരു പ്ലാനും എസ്റ്റിമേറ്റും കൊടുക്കണം. ഏതൊക്കെ ഭൂമിയാണ് എക്വയർ ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. അത് കൊടുത്തില്ല മുനിസിപ്പാലിറ്റി. 3 കൊല്ലം ബഡ്ജറ്റിൽ നിലനിന്നു, എന്നിട്ട് ലാപ്സായിപ്പോയി. അപ്പോൾ ഇനിയും ഞാനത് വിട്ടിട്ടില്ല. ഒരു ബൈപ്പാസ് റോഡ് കുന്നംകുളത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ചില പുതിയ റോഡുകൾ കുന്നംകുളത്ത് വരേണ്ടതുണ്ട്. ഇതൊക്കെ മനസ്സിൽ ബാക്കി നിൽക്കുന്ന ആശയങ്ങളും ആവശ്യങ്ങളുമാണ്. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താനും മറക്കാതെയാണ് രാഷ്ട്രീയത്തിന്റെ പടവുകൾ ബാബു ചവിട്ടിക്കയറിയത്. ഒരുപക്ഷെ അതായിരിക്കാം പലവിധ മേഖലകളിൽ നെടുനായകത്വം വഹിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നത്. ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ്, ആനത്തൊഴിലാളി യൂണിയൻ, ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പാലിശ്ശേരിക്ക് കഴിഞ്ഞതിൽ അതിശയോക്തിയില്ല. ജനസമ്മതനായ നേതാവിന് ഏത് മേഖലയിലും ജനം അംഗീകരിക്കുന്നതിന്റെയും മികച്ച സംഘാടകൻ കൂടിയായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു അത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കുന്നംകുളത്ത് ഉയർന്നു വന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. നിരവധി വർഷങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന കുറേ അധികം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. അവയിൽ ബഹുഭൂരിപക്ഷവും നിയമസഭയിൽ ഉന്നയിക്കാനും അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ സ്റ്റെപ്പുകൾ എടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നത് കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ചാരിതാർത്ഥ്യപരമായിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് ഈ KSTP റോഡ്, ആ KSTP റോഡ് എല്ലായിടത്തും വീതി കൂട്ടുന്നു, കുന്നംകുളത്ത് മാത്രം വീതി കുറയ്ക്കുന്നു. കുറേ ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമരം ചെയ്തു. ഞാനടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരുപാട് സമരം ചെയ്തു. അത് ഈ ഗവൺമെന്റ് വന്ന് 2 ആഴ്ചക്കുള്ളിൽ ഗവൺമെന്റ് ഉത്തരവിട്ടു, യഥാർത്ഥ വീതിയിൽ അത് പണിയാൻ ഉത്തരവിട്ടു. മാത്രമല്ല അഴിമതിയുടെയൊക്കെ മണമുള്ള കെട്ടിടങ്ങൾ പൊളിക്കാത്ത പ്രശ്നങ്ങളൊക്കെ മാറ്റി കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു. അതൊരു ആളുകളുടെ ഇടയിൽ തന്നെ വലിയൊരു അഭിപ്രായം ഉണ്ടാക്കിയ കാര്യമാണ്. മറ്റൊന്ന്, കാലങ്ങളായിട്ട് കുന്നംകുളത്തുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ് കുന്നംകുളം താലൂക്ക് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നയനാർ ഗവൺമെന്റ് പാസ്സാക്കിയെങ്കിലും പക്ഷെ അത് നടന്നില്ല. പക്ഷേ ഈ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. മന്ത്രി പറഞ്ഞു പ്രഥമ പരിഗണന കേരളത്തിൽ താലൂക്കിലുണ്ടായിരിക്കും, ഈ ഗവൺമെന്റ് താലൂക്ക് നടപ്പിലാക്കും. അതിന്റെ ഒരു മുന്നോടിയായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷൻ കുന്നംകുളത്ത് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള പണം പൂർണ്ണമായിട്ടും ഈ ബഡ്ജറ്റ് പ്രസംഗത്തോടുകൂടി അനുവദിച്ചു. അപ്പോൾ അത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 20 വർഷമായിട്ട് കുന്നംകുളത്തിന്റെ പ്രദേശങ്ങളടക്കം ഭൂമി മരവിപ്പിച്ചിട്ടിരിക്കുകയാണ്. റെയിൽവേ ലൈൻ, അത് ഗുരുവായൂർ കുറ്റിപ്പുറം, ഗുരുവായൂർ താനൂർ എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാതെ മരവിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ റെയിൽവേ ലൈൻ വേണം, കുന്നംകുളം വഴിക്ക് പോകണം.
ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ ഒറ്റയ്ക്കല്ല, മറ്റ് MLA-മാരും എല്ലാവരും കൂടി ചേർന്ന് വലിയ ശ്രമം നടത്തി. അതിന് ഫലമുണ്ടായി. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചില തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാവുകയാണ്. കുന്നംകുളം വഴി കുന്നംകുളത്തൊരു സ്റ്റേഷനോട് കൂടി യാഥാർത്ഥ്യമാവുകയാണ്. സ്പെഷ്യൽ തഹസിൽദാരും ഓഫീസും ഒക്കെ തുടങ്ങി അതിന്റെ സർവേ പൂർത്തിയാകുന്നു. അത് വളരെയധികം ആളുകളൊക്കെ തന്നെ അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കുന്നംകുളത്തുള്ള കുന്നംകുളം കാർഷിക മേഖല തന്നെയാണ്. കോൾ കൃഷിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്. മറ്റ് വ്യവസായ രംഗം 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, നോട്ട് ബുക്ക് വ്യവസായം കുന്നംകുളത്ത് പ്രധാനമാണ്. ഈ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്ന നോട്ട് ബുക്കുകളുടെ 90% ഉണ്ടാക്കുന്നത് കുന്നംകുളത്താണ്. പക്ഷെ എന്നിട്ട് പോലും കുറച്ച് ഒരു 2-3 മാസം മാത്രമേ ആ തൊഴിൽ മേഖലയിൽ അതുകൊണ്ട് ആൾക്കാർക്ക് പണി കിട്ടുന്നുള്ളൂ. ആ പ്രശ്നം സബ്മിഷനായിട്ട് ഉന്നയിച്ചു. ഗവൺമെന്റ് അതിനുവേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അതിന്റെ കൂടിയാലോചനയാണ്. ബന്ധപ്പെട്ട എല്ലാവരെയും വെച്ചുള്ള കൂടിയാലോചനയാണ്. ഇതിന്റെ പിന്നെ നോട്ട് ബുക്ക് നിർമ്മാതാക്കളും തൊഴിലാളികളും എല്ലാം പറഞ്ഞ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല രക്ഷപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് കുന്നംകുളത്തിന്റെ തെക്കൻ ഭാഗത്തിന്റെ 5, 10, 6 പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഏതാണ്ട് 20,000-ഓളം പേർ തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് വൈരക്കൽ മേഖല. ആ വൈരക്കൽ മേഖലയിലെ ഇന്നത്തെ സ്ഥിതി വളരെ ശോചനീയമാണ്. ആ വിഷയം ഞാൻ ഈ സഭയിൽ സബ്മിഷനായിട്ട് ഉന്നയിച്ചു. വളരെ വളരെ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ മറുപടിയായിട്ട് മന്ത്രി പറഞ്ഞു. വൈരക്കൽ വ്യവസായികൾ സന്തോഷത്തിലാണ്, തൊഴിലാളികൾ സന്തോഷത്തിലാണ്. അതിന്റെ ചർച്ച നടക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനത്തിനപ്പുറം എഴുത്തിനെയും വായനയെയും ഇഷ്ടപ്പെടുന്ന പാലിശ്ശേരി കലാകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കൗമാര യൗവനാരംഭഘട്ടത്തിലൊക്കെ തന്നെ കുറച്ചുകൂടി തീവ്രമായ ആശയങ്ങൾ പ്രവർത്തിച്ചിരുന്ന ആളാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്ന് ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോയിരുന്നു. അത് ഒരു നക്സൽ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആശയങ്ങൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കോഴിക്കോട് ഉണ്ടാക്കിയൊരു സംഘടനയുണ്ട്, രണചേതന എന്ന് പറയും. ആ സംഘടനയെ മാക്സിം ഗോർക്കിയുടെ അമ്മ നാടകമാക്കി. ആ നാടകം കേരളം മുഴുവൻ അവതരിപ്പിച്ചു. അന്ന് ആ നാടകത്തോട് സഹകരിച്ച നാടകത്തിൻ്റെ സംവിധായകനായിരുന്നു മധുമാസ്റ്റർ എന്ന് പറയും. വളരെ പ്രശസ്തനായ വിഖ്യാതനായിട്ടുള്ള നാടക സംവിധായകനാണ്. പിന്നീട് നാടക ലോകത്ത് വളരെ പ്രശസ്തനായ രാമചന്ദ്രൻ മൊഗേരി, A.C.K. രാജ, ചിത്രകാരൻ, വളരെ പ്രശസ്തനായ ചിത്രകാരൻ A.C.K. രാജ, ഇപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ജോയ് മാത്യു ഒക്കെ അന്ന് ആ ട്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ജോയ് മാത്യു ആയിരുന്നു ആ നാടകത്തിലെ നായകൻ. ഞാൻ അതിലത്തെ ഒരു 2ാം നായകനെ പോലുള്ള കഥാപാത്രമായിരുന്നു. ഒരു ആൻ്റണി എലിയാസ് ജീസസ് എന്ന് പറയുന്ന തൊഴിലാളി നേതാവ്. അത് തോന്നുന്നു അതൊരു രാഷ്ട്രീയ നാടകമാണ്. ഞങ്ങൾ ആ നാടകം അവതരിപ്പിച്ചത് ഒരു നാടകം അവതരിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടിയല്ല, അതിലൂടെ പുറത്തേക്ക് പറയുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് തൊഴിലാളികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അന്ന് ആ നാടകം സൗജന്യമായിട്ടാണ് കളിച്ചിരുന്നത്. ഞങ്ങളൊന്നും പ്രതിഫലം പറ്റുകയല്ല ചെയ്യുന്നത്, ഞങ്ങൾ മറ്റു ജോലികൾ ചെയ്തിരുന്നു. ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം, അതേപോലെ ഓരോരുത്തർക്കും കിട്ടുന്ന ശമ്പളം, ആ ശമ്പളം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ടാണ് ആ നാടക പ്രസ്ഥാനത്തെ കൊണ്ടുവന്നിരുന്നത്. രഞ്ജിത്ത് നാരായണൻ സംവിധാനം ചെയ്ത മാമ്പഴം എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചു. ഈ ചിത്രം ആഫ്രിക്കൻ വുമൺ മൊബൈൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കുന്നംകുളത്തിന്റെ കായിക ചരിത്രം പശ്ചാത്തലമാക്കി കലാഭവൻ മണി നായകനായ 3-ാം നാൾ സിനിമയിലും LDF തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നിർമ്മിച്ച മമ്മായിലെ വിശേഷങ്ങൾ എന്ന സിനിമകളിലും മികച്ച അഭിനേതാവാണെന്നുകൂടി അദ്ദേഹം തെളിയിച്ചു. ഈ കലയിലൊക്കെയുള്ള താല്പര്യം അറിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഈ ഓണത്തല്ല് കുന്നംകുളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഓണത്തല്ല് ദീർഘകാലം ഓണത്തല്ല് നിന്നുപോയി. 25 കൊല്ലത്തിലധികം ഓണത്തല്ലില്ലാതായി. പിന്നെ അത് പുനരാവിഷ്കരിക്കുന്നത് അടുത്ത കാലത്താണ്, ഞാനൊക്കെ MLA ആയതിനു ശേഷമാണ്. അപ്പോൾ അത് വീണ്ടും കൊണ്ടുവന്നു. അത് നന്നായി ഇപ്പം എല്ലാ കൊല്ലവും സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓണത്തല്ലിനെ ബേസ് ചെയ്തൊരു കഥയാണ് ഈ 3-ാം നാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ആശാൻ്റെ എന്ന് വെച്ചാൽ ആ കഥയുടെ പ്രധാനപ്പെട്ട ഭാഗം ഈ ആശാനെ കള്ളത്തരത്തിൽ അടിച്ച് തോൽപ്പിക്കുകയാണ്. അയാളെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനോട് പിന്നീട് വരുന്ന തലമുറ പകരം ചോദിക്കുന്നതാണ് ആ കഥ സിനിമ. അപ്പോൾ അത് ഓണത്തല്ലുമായി ബന്ധപ്പെട്ടതാണ്. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാമോ എന്ന് ബന്ധപ്പെട്ടവരൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു. പിന്നെ അവസാനം ചെയ്യാൻ സമ്മതിച്ചു. കാലെടുത്തുവെച്ച മേഖലകളിലെല്ലാം തന്റെ പേരിനൊപ്പം കൂട്ടിച്ചേർക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് പാലിശ്ശേരിയെ ജനനേതാവ് എന്ന വിലയിരുത്തിയതിന്റെ കാരണവും. വിവാദങ്ങളിലും പതറാതെ, തലകുനിക്കാതെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുറുകെ പിടിച്ച് പതറാതെ പോരാടിയ നേതാവ്. നമ്മളത്തെ പോലീസ് എടുത്തിരിക്കുന്ന സമീപനം ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പത്രപ്രവർത്തകർക്ക് നിർഭയമായി അവരുടെ റിപ്പോർട്ടിംഗ് നടത്താനുള്ള അവകാശമുണ്ടാകും. കാണിപ്പയൂർ KSEBിക്ക് മുമ്പിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ആ വിഷയവുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത വേറെ ഏതോ ആളുകൾ വന്ന്
ഈ CCTV TCV ക്യാമറാമാൻമാരെ ആക്രമിച്ചതും അവരെ ക്യാമറ പരസ്യമായി 100 കണക്കിന് ആൾക്കാർ നിൽക്കവേ അവരുടെ മുമ്പിൽ വെച്ച് അവരെ മർദ്ദിച്ച് ഈ ക്യാമറ എടുത്തുകൊണ്ട് പോയത്. ഇത് ഒരുപാട് സാക്ഷികളുണ്ട്, ഇതിന് വിഷ്വൽ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി തൻ്റെ ക്യാമറ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പത്രപ്രവർത്തകൻ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു SI പെരുമാറേണ്ട രീതിയിലാണ് കുന്നംകുളത്തെ SI പെരുമാറിയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ചെന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കിയത്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു കടലാസ് ഉയർത്തി കാണിച്ച് നിങ്ങളുടെ എതിരാളികളുടെ കയ്യിൽ നിന്ന് ഞാൻ കടലാസ് എഴുതി വാങ്ങിയിട്ടുണ്ട് എന്ന് പരാതി എഴുതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയലാണ്. അതല്ലല്ലോ ശരി. എതിരാളികളുടെ നിന്ന് പരാതി എഴുതി വാങ്ങി നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പരാതിയുമായിട്ട് ചെല്ലുന്ന ഒരാളോട് പറയുന്ന രീതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പോലീസ് നയത്തിന് ചേർന്നതല്ല എന്ന കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ തന്നെ പത്രപ്രവർത്തകരോട് മാന്യമായി പെരുമാറണം. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആളുകൾക്ക് തങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്ന തോന്നലെങ്കിലും ബോധ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പ്രാഥമികമായി പോലീസ് ഓഫീസർമാർക്ക് കടമയുണ്ട്. അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും ഒക്കെ തന്നെയുണ്ട്. കേരളത്തിലെ പല പ്രദേശത്തുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് സമരങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും ശരി, പരാതിക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും ശരി, അങ്ങനെ ഈ ജനങ്ങൾക്കിടയിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങളും നടപടികളും എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ 3-4 ദിവസമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ട ഒരു വിഷയമാണിത്. പ്രവർത്തന മേഖലയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് ആകസ്മികമായി പിടിപെട്ട പാർക്കിൻസൺസ് അസുഖം അദ്ദേഹത്തെ കിടപ്പിലാക്കി. കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. മരണശേഷവും അശരണരായവർക്ക് വെളിച്ചം പകരാൻ തന്റെ കണ്ണുകൾ ദാനം ചെയ്താണ് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക മരണശയ്യയിലും അദ്ദേഹം തെളിയിച്ചത്. കുന്നംകുളത്തെ CPM പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ഒട്ടനവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിലും സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. തുടർന്ന് വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. ഒരു കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഓർമ്മയാകുമ്പോൾ അദ്ദേഹം പകർന്നു നൽകിയ ആശയങ്ങളും നേതൃത്വ മികവും പോരാട്ടവീര്യവും തളരാത്ത ഊർജമായി നിലകൊള്ളുക തന്നെ ചെയ്യും. İnkılap Zindabad!